ഹായ്, എന്തെല്ലാവരും സുഖല്ലേ? വിജിലൻസിന്റെ ഒരു എന്താ പറയാ വില്ലേജ് ഓഫീസറെ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കേട്ടത്. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മീഡിയ വണ്ണിൽ വന്ന ഒരു ന്യൂസാണ്, അതല്ലെങ്കിൽ ഒരു വീഡിയോ ആണ്. മീഡിയ വണ്ണ് മറ്റേ ഒരു വാർത്തയാണ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറെ എന്താ പറയുക വിജിലൻസ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രഹസനം നടത്തുക എന്ന് മാത്രമായിട്ട് മാറിയിട്ടുണ്ടോ? കാരണം ഈ അടുത്ത ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഇത്തരത്തിലുള്ള ആളുകളെ വീണ്ടും സർവീസിൽ വെച്ചിരിക്കുന്നതിന് എന്തുകൊണ്ട്? കാരണം അതല്ലെങ്കിൽ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ എന്താണ് അവർക്കെതിരെ നടപ്പാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൂടുതലായിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഒരു 1-2 മാസം മുമ്പ് ഇത്തരത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തരത്തിലൊരു ലേഡി ഉദ്യോഗസ്ഥരെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും ഇത്രയൊക്കെ പിടിക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ഇത് ഇത്തരത്തിൽ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കൈക്കൂലി ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ പോരായ്മ തന്നെയല്ലേ ഇത്? അല്ലെങ്കിൽ അത്തരത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ ഒരിക്കലും സർവീസിൽ വെച്ചിരിക്കാൻ പാടില്ല. കാരണം പാവപ്പെട്ട ആളുകളെ എന്താ പറയുക ഇത്തരത്തിൽ എന്തെങ്കിലും സേവനത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അതിനത്രമാണ് ക്യാഷ് വാങ്ങിയിട്ട് ഇത്തരത്തിൽ ചെയ്തു കൊടുക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് സർവീസിൽ അവരെ വെച്ച് നിലനിർത്തി നിൽക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം അത്രക്കാരാ സ്പോട്ടിൽ പിരിച്ചുവിടേണ്ട ഒരു കാര്യമല്ലേ? എന്തിനും ഇവരെ വീണ്ടും വീണ്ടും ആ ഒരു ഡിസ്മിസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ കൊടുത്ത് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും അവർക്കൊരു എന്താ പറയുക നല്ലൊരു സസ്പെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടെ അല്ലെങ്കിൽ എന്തോ ആണ് സംഭവം, എനിക്ക് ഫുള്ള് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ആ ഒരു 6 മാസ കാലാവധി അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ലാവിഷായിട്ട് ജീവിക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും അവർ ഇത്തരത്തിൽ സർവീസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിൽ തെറ്റുകൾ അല്ലെങ്കിൽ കൈക്കൂലി ചോദിക്കില്ല എന്ന് ആരാ പറഞ്ഞത്? വീണ്ടും അവർ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് സർവീസിൽ നിന്ന് പിരിച്ചു വിടാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഉദ്യോഗാർത്ഥികളെ കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇയാളെ പിരിച്ചുവിട്ട പോസ്റ്റിലേക്ക് ഒരാളെ കേരളത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഈ പ്രഹസനമൊക്കെ നിർത്തുക. വിജിലൻസ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിർത്തുക. എന്തിനാവശ്യത്തിന് അങ്ങനെ കുറേ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് കുറേ അവിടെ പിടിക്കപ്പെട്ടു ഇവിടെ പിടിക്കപ്പെട്ടു എന്ന് പറയാം. എന്നിട്ട് വീണ്ടും അവർ ഒരു 5 മാസം കഴിഞ്ഞ് വിജിലൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക പബ്ലിക്കിനെ ഇത്തരത്തിൽ അറിയിക്കാൻ വേണ്ടി മാത്രമാണോ? അതിലൊരു കാര്യമില്ലല്ലോ. ഇത്തരം നടപടി എടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിയമം അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ ആവർത്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തി. ഓക്കെ, ബൈ.